ഇന്ന് ലോക മെൻസ്ട്രൽ ഹൈജീൻ ഡേ ആണ്. ഒരു പെൺകുട്ടി ഋതുമതി ആകുന്നത് മുതൽ വലിയ ആചാരങ്ങളോടുകൂടിയാണ് നമ്മൾ അവളെ സ്വീകരിക്കുന്നത്. പക്ഷേ ഈ ഒരു പീരീഡ്സിൻ്റെ സമയത്ത് എന്തൊക്കെ ഹൈജീൻ ഫോളോ ചെയ്യണമെന്ന് പലർക്കും ഇന്നും അറിയത്തില്ല. സോ ഇന്നത്തെ ദിവസം നമ്മളുടെ കൂടെ അതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞുതരാൻ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഗസ്റ്റ് ഉണ്ട്. ചെങ്ങന്നൂർ KMC ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ അപർണയാണ്. മാം, വെൽക്കം ടു അവർ ഷോ. താങ്ക് യു. അപ്പം മാം, ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഇന്ന് ലോക മെൻസ്ട്രൽ ഹൈജീൻ ഡേ ആണെന്ന്. നമുക്ക് അവിടെ നിന്ന് തന്നെ തുടങ്ങാം. അപ്പം ഒരു പീരീഡ് സമയത്ത് ഒരു സ്ത്രീ ഫോളോ ചെയ്യേണ്ട ഹൈജീൻ എന്തൊക്കെയാണ്? പീരീഡ്സ് എന്ന് പറയുന്നത് എല്ലാ മാസവും ഒരുമാതിരിപ്പെട്ട എല്ലാ സ്ത്രീകൾക്കും വരുന്ന ഒരു കാര്യമാണ്. അത് വൃത്തിയായും കോൺഫിഡൻ്റ് ആയിട്ടും ഒരു പീരീഡ്സിനെ നേരിടുക എന്നത് എല്ലാ സ്ത്രീക്കും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അവർ എല്ലാ മാസവും ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ്. എല്ലാ മാസവും പീരീഡ്സ് എങ്ങനെ നമുക്ക് വൃത്തിയായി നേരിടാം. അപ്പോൾ ആദ്യമായി നമ്മൾ പീരീഡ്സിൻ്റെ സമയത്ത് പാഡുകളാകാം യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മെൻസ്ട്രുവൽ കപ്പാകാം യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡിസ്പോസിബിൾ പാൻറ്റീസ് ആകാം യൂസ് ചെയ്യുന്നത്. എന്താണോ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സ് അതെപ്പോഴും വൃത്തിയായി യൂസ് ചെയ്യുക. പുതിയ പ്രോഡക്ട്സ് യൂസ് ചെയ്യുക. ഒത്തിരി കാലം അലമാരിയിൽ പഴകിയിരുന്ന സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. ഡിസ്പോസിബിൾ പ്രോഡക്ട്സ് ആണെങ്കിൽ ഇനിയും എപ്പോഴും നമ്മളൊരു പാഡ് വെക്കുന്നതിന് മുമ്പ് നന്നായി കൈ കഴുകിയിട്ട് തന്നെ എടുത്തു വെക്കുക. അടുത്തതായി ചെയ്യേണ്ടത്, ഇപ്പോൾ ഒരാൾ എത്ര ഫ്രീക്വൻ്റ് ആയിട്ട് ഒരു പാഡ് മാറ്റും അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് പല കാര്യങ്ങളാണ്. ഒരു മേജർ തിങ് നമ്മുടെ എത്രത്തോളം മെൻസ്ട്രുവൽ ഫ്ലോ ഉണ്ട് എന്നനുസരിച്ചിട്ടാണ്. വളരെ ഹെവി ഫ്ലോ ഉള്ള ഒരാളാണെങ്കിൽ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ചിലപ്പോൾ മാറ്റുമായിരിക്കാം. പക്ഷേ അത്രയും ഫ്ലോ ഇല്ലാത്ത ഒരാളാണെങ്കിൽ അത്ര ഫ്രീക്വൻ്റ് ആയിട്ട് മാറ്റണം എന്നില്ല. നിറയാനായിട്ട് ചിലപ്പോൾ വെയിറ്റ് ചെയ്യും. എങ്ങനെയൊക്കെയാണെങ്കിലും ഒരു 6 മണിക്കൂറിൽ കൂടുതൽ ഒരു പാഡ് വെക്കാതെ ഇരിക്കുക. ഓക്കെ, നമുക്കിപ്പോൾ ബ്ലീഡിങ്ങിന്റെ അളവ് കുറവാണെങ്കിൽ പോലും നമ്മളൊരു 6 hours കഴിയുമ്പോൾ ഇത് ചേഞ്ച് ചെയ്യണം. ഡെഫിനറ്റ്ലി. കാരണം ഈ നമ്മളൊരു പാൻറ്റീസിൽ പാഡ് വെക്കുമ്പോൾ ഒന്ന് ബ്ലഡ് എന്ന് പറയുന്നത് വളരെ നല്ല ഒരു കൾച്ചർ മീഡിയമാണ്. അതായത് പലതരം മൈക്രോ ഓർഗാനിസത്തിന് വളരാൻ പറ്റിയ സ്ഥലമാണ്. 2, ആ ഭാഗം വളരെ മോയിസ്റ്റ് ആണ്, അടഞ്ഞിരിക്കുന്ന സ്ഥലമാണ്. അതും കൂടെ എല്ലാം കമ്പൈൻ ചെയ്യുമ്പോൾ പലതരം മൈക്രോ ഓർഗാനിസംസ്, ബാക്ടീരിയ ആകാം, പാരസൈറ്റ്സ് ആകാം, അവയെല്ലാം തന്നെ അവിടെ വളരുകയും ആ ഒരു ഇൻഫെക്ഷന് വഴിയൊരുക്കുകയും ചെയ്യുന്നു. അപ്പോൾ പാഡുകളായാലും ടാമ്പൺസ് ആയാലും 6 മണിക്കൂറിൽ കൂടുതൽ ഒരു കാരണവശാലും വെക്കാതെ ഇരിക്കുക. ഫ്രീക്വൻ്റ് ആയിട്ട് തന്നെ ചേഞ്ച് ചെയ്യുക, നിറഞ്ഞാലും നിറഞ്ഞില്ലെങ്കിലും. ഓക്കെ മാം, ഇപ്പോൾ പാഡിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ മാർക്കറ്റിൽ ഇഷ്ടംപോലെ പ്രോഡക്ട്സ് ഈ പീരീഡ് സംബന്ധമായിട്ട് നമുക്ക് ലഭിക്കും. പാഡ്, ഈ ടാഡ്പോൺസ് അല്ലെങ്കിൽ കപ്പ്. അപ്പോൾ ഏതൊക്കെ പ്രോഡക്റ്റാണ് ഈ ഒരു സമയത്ത് നല്ലത്? നമുക്ക് നമ്മളുടെ ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സിനെ നമുക്ക് ബ്രോഡായിട്ട് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ഡിസ്പോസിബിൾ പ്രോഡക്ട്സ് ഉണ്ട്, രണ്ടാമത് നോൺ ഡിസ്പോസിബിൾ അല്ലെങ്കിൽ റീയൂസബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് ഉണ്ട്. ഇപ്പോൾ ഡിസ്പോസിബിൾ പ്രോഡക്ട്സിൽ വരുന്നതാണ് ഈ സാനിറ്ററി പാഡ്സ്, നാപ്കിൻസ്, പിന്നെ വരുന്ന ടാമ്പൺസ് നമ്മുടെ ഇടയിലുള്ള ജനങ്ങൾ അധികം യൂസ് ചെയ്യാറില്ല, കൂടുതലും പാഡ്സ് ആണ് യൂസ് ചെയ്യാറ്. ഈ പാഡിൻ്റെ കാര്യമാണ് ഇപ്പോൾ പാഡ് ഉപയോഗിക്കാൻ എളുപ്പമാണ്. നമുക്ക് മേടിച്ച് നമ്മുടെ അണ്ടർവെയറിൽ ഒട്ടിച്ചാൽ മതി. പക്ഷെ പാഡ് മേടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന് വലിയ പാഡുകൾ മേടിക്കുക, അല്ലെങ്കിൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള പാഡുകൾ മേടിക്കുക. രണ്ടാമത് എപ്പോഴും അതിൻ്റെ സർഫസ് സോഫ്റ്റോ അല്ലെങ്കിൽ സ്മൂത്ത് ആയിട്ടുള്ള പാഡുകൾ മേടിക്കുക. അതായത് ഇങ്ങനെ മെഷ് ലൈക്ക് മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്ന പാഡുകൾ കഴിവതും ഒഴിവാക്കുക. കാരണം അത് സ്കിൻ ഇറിറ്റേഷൻ കോസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. മൂന്നാമതായിട്ട് ഈ സെൻറ്റഡ് പ്രോഡക്ട്സ് കഴിവതും അവോയ്ഡ് ചെയ്യുക. മണം ഉള്ള തരത്തിൽ. അതെ, മണമുള്ള ഈ പാഡുകൾ എന്താന്ന് വെച്ചാൽ ഈ മണം പലപ്പോഴും ആ ഒരു നമ്മുടെ ആ വജൈന, വൾവൽ, ആ ഏരിയയിലുള്ള സ്കിന്നിനെ ഇറിറ്റേറ്റ് ചെയ്യും. അപ്പൊ പിന്നീട് അത് റെഡ്നെസ് വരുത്താനും അല്ലെങ്കിൽ ചൊറിച്ചിലുണ്ടാക്കാനും ഒക്കെ സാധ്യതയുണ്ട്. ഓക്കെ മാം, ഈ പാഡിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇപ്പോൾ ഭയങ്കര കോമൺ ആയിട്ടുള്ള ഒന്നാണ് മെൻസ്ട്രൽ കപ്പ്. അതെ, മെൻസ്ട്രൽ കപ്പ് എന്ന് പറയുന്നത് റീയൂസബിൾ പ്രോഡക്ട്സിൽ വരുന്നവരാണ്. അപ്പോൾ ഈ ഡിസ്പോസിബിൾ പ്രോഡക്ട്സിന് ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മളത് ഉപയോഗിക്കുന്നു, അത് വലിച്ചെറിയുന്നു, അല്ലെങ്കിൽ അത് കളയുന്നു. അപ്പോൾ കളയുന്നത് എങ്ങനെ എന്നുള്ളതും ഒരു വലിയൊരു ഫാക്ടറാണ്. പലരും അത് ക്ലോസറ്റിൽ കളയുന്നു, ഫ്ലഷ് ചെയ്ത് കളയുന്നു, അല്ലെങ്കിൽ പലപ്പോഴും അത് റോഡിൽ വലിച്ചെറിയുന്നു. അങ്ങനെ ഒരു കറക്റ്റായിട്ട് ഡിസ്പോസ് ചെയ്യാത്തത് കൊണ്ട് നമ്മളത് ഒരു എൻവയൺമെന്റൽ പൊല്യൂഷന് കോസ് ആകുന്നു. പലപ്പോഴും ബാത്റൂം അല്ലെങ്കിൽ നമ്മളുടെ ടോയ്ലറ്റ്സ് പലതും ക്ലോഗ്ഡ് ആയി പോകുന്നു. അങ്ങനെ അങ്ങനത്തെ പ്രശ്നങ്ങളാണ് ഈ പാഡുകൾ കാരണം ഉണ്ടാകുന്നത്. അപ്പോൾ വളരെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള വേറൊരു ഓപ്ഷനാണ് മെൻസ്ട്രുവൽ കപ്പ് എന്ന് പറയുന്നത്. ഇനി മെൻസ്ട്രുവൽ കപ്പിനും അഡ്വാൻറ്റേജസ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഇപ്പോൾ മെൻസ്ട്രുവൽ കപ്പ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ആദ്യമായിട്ട് മെൻസ്ട്രുവൽ കപ്പ് കറക്റ്റായിട്ട് സൈസ് ഐഡൻറ്റിഫൈ ചെയ്യണം. ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരുമാതിരിപ്പെട്ട ബ്രാൻഡ്സ് എല്ലാം തന്നെ 3 സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സ്മോൾ ഉണ്ട്, മീഡിയം ഉണ്ട്, ലാർജ് ഉണ്ട്. അതിന് ഓരോത്തിനും ഓരോ സ്പെസിഫിക്കേഷൻ ഉണ്ട്, അതനുസരിച്ചിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി കറക്റ്റായിട്ടുള്ള സൈസ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയും ഇത് ഇൻസേർട്ട് ചെയ്യാനും അത് ഊരിയെടുക്കാനും കറക്റ്റായിട്ട്
പഠിക്കണം. അത് 1-2 പ്രാവശ്യം ചെയ്യുമ്പോൾ സ്വാഭാവികമായി നമ്മൾ പഠിച്ചെടുക്കും. പക്ഷെ അത് കൃത്യമായിട്ടുള്ള രീതി പഠിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. ഇനിയും ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഒന്ന് നമുക്കിത് കറക്റ്റായിട്ട് ഇൻസേർട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ അത് അവിടെ ഉണ്ടെന്ന് പോലും ചിലപ്പോൾ ഫീൽ ചെയ്യത്തില്ല. അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ ഈ പാഡിൻ്റെ 2 സൈഡിലും ചൊറിഞ്ഞു തടിക്കുക, അങ്ങനത്തെ ഇറിറ്റേഷൻ പൊതുവേ ഈ മെൻസ്ട്രൽ കപ്പ് ഉണ്ടാക്കത്തില്ല. പിന്നെ കുറച്ചുകൂടെ ഹെവി ഫ്ലോ ആണെങ്കിലും മെൻസ്ട്രൽ കപ്പ് അത് സപ്പോർട്ട് ചെയ്യും. കാരണം അത്രയും ഫ്രീക്വൻ്റ് ആയിട്ട് അത് മാറ്റേണ്ട ആവശ്യം വരത്തില്ല. പിന്നെ ഇത് ഗ്രഡേഷൻ ഉണ്ട്, അത് എത്രത്തോളം ബ്ലഡാണ് നിറയുന്നത് എന്ന് കറക്റ്റായിട്ട് അളവ് നമുക്ക് അറിയാൻ പറ്റും. വളരെ ഹെവി ഫ്ലോ ഉള്ളവർക്ക് അതൊരു അഡ്വാൻറ്റേജ് ആണ്. റീയൂസബിൾ ആണ്, അതാണ് മെൻസ്ട്രൽ കപ്പിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ്. നമുക്ക് കഴുകി ഉപയോഗിക്കാം. ഇനിയും എത്ര ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ മെൻസ്ട്രൽ കപ്പ് റീയൂസ് ചെയ്യണം? അതായത് നമുക്കിപ്പോൾ ഒരു 12 മണിക്കൂർ മാക്സിമം, അതിൽ കൂടുതൽ കഴിവതും മെൻസ്ട്രൽ കപ്പ് അകത്ത് വെക്കാതെ ഇരിക്കുക. അത് പുറത്തെടുത്ത് വാഷ് ചെയ്ത് തിരിച്ച് വെക്കണം. ഇനിയും എങ്ങനെയാണ് വാഷ് ചെയ്യേണ്ടത്? ഇപ്പോൾ അറ്റ് എ ടൈം, ഇപ്പോൾ ഒരു സൈക്കിളിൽ തന്നെ ആണെങ്കിൽ, ഒരു പീരീഡ്സിൻ്റെ സമയത്ത് തന്നെ ആണെങ്കിൽ നമുക്ക് സോപ്പും വെള്ളവും ഉപയോഗിച്ച് തന്നെ വാഷ് ചെയ്താൽ മതി. ഇനിയും ആ പീരീഡ്സ് കഴിഞ്ഞു നമ്മൾ തിരിച്ചത് അലമാരിയിൽ കയറ്റി വെക്കുകയാണെങ്കിൽ അത് സാനിറ്റൈസ് അല്ല, സ്റ്റെറിലൈസ് ചെയ്തിട്ട് മാത്രമേ വെക്കാവുള്ളൂ. എങ്ങനെയാണ് സ്റ്റെറിലൈസ് ചെയ്യേണ്ടത്? ബോയിലിംഗ് വാട്ടറിൽ സ്റ്റെറിലൈസ് ചെയ്താൽ മതി. ഈ മെൻസ്ട്രൽ കപ്പ് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഒരു തിളച്ച വെള്ളത്തിൽ ഇടുക. അറ്റ്ലീസ്റ്റ് ഒരു 2 to 3 മിനിറ്റ്സ് എങ്കിലും തിളയ്ക്കുന്ന വെള്ളത്തിൽ അത് കിടക്കണം. എന്നിട്ട് നന്നായിട്ട് ഉണക്കിയതിന് ശേഷം മാത്രം തിരിച്ച് സ്റ്റോർ ചെയ്ത് വെക്കുക. ഓക്കെ. അപ്പോൾ ഈ മാം ഇത് പറഞ്ഞപ്പോഴാണ് 12 മണിക്കൂറൊക്കെ മെൻസ്ട്രൽ കപ്പ് വെക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് കുറേ പേര് പറയുന്നുണ്ട് ആ സമയത്ത് ഈ ബ്ലഡ് ഇതിനകത്ത് ഇങ്ങനെ കെട്ടിക്കിടക്കുകയല്ലേ, അത് ശരീരത്തിന് വളരെ ഹാൻഡ്ഫുൾ ആണ് എന്ന് പറയുന്നുണ്ട്. അത് എത്രമാത്രം കറക്റ്റാ? അത് ശരിയല്ല. അല്ല, കാരണം നമ്മൾ പീരീഡ്സിന്റെ സമയത്ത് വരുന്ന ബ്ലഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതെന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്രസിന്റെ ഏറ്റവും അകത്തുള്ള ലൈനിങ് ആണ് എൻഡോമെട്രിയം. ഇപ്പം എൻഡോമെട്രിയത്തിന്റെ കുറച്ച് ഭാഗമാണ് ഓരോ പ്രാവശ്യവും പീരീഡ്സിന്റെ സമയത്ത് ഈ ഷെഡ് ചെയ്ത് പുറത്തോട്ട് പോകുന്നത്. അതിന്റെ കൂടെ കുറച്ച് ബ്ലഡും കൂടെ വരുന്നു. അത് നമ്മുടെ ബോഡിയുടെ പുറത്താണ് കിടക്കുന്നത്. 12 മണിക്കൂർ എന്ന് പറഞ്ഞാൽ മാക്സിമം ടൈമാണ് പറഞ്ഞത്. ഒരിക്കലും അത്രയും നേരം വെക്കരുത്. നമുക്ക് നിറയുന്ന അനുസരിച്ച് അത് കമത്തി കളയുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അത് വലിയ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഉണ്ടാക്കുന്നില്ല. ഇല്ലില്ല, യൂഷ്വലി ആ ഒരു ബ്ലഡ് നിറയുന്നത് കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല. പക്ഷേ ഈ മെൻസ്ട്രൽ കപ്പ് കാരണം ചില ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഒന്ന്, ഇത് കറക്റ്റായിട്ട് വെക്കാൻ പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ശരിക്കും വെക്കാത്തത് കൊണ്ട് ചിലപ്പോൾ സൈഡിൽ കൂടെ ലീക്കുകൾ വരാൻ സാധ്യതയുണ്ട്. വേറൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും ഊരാനും പഠിക്കണം. കാരണം ഇത് ഒരു സക്ഷന്റെ എഫക്റ്റ് കൊണ്ടാണ് അത് അവിടെ ഇരിക്കുന്നത് അല്ലേ. അപ്പോൾ ആ സക്ഷൻ കറക്റ്റായിട്ട് റിലീസ് ചെയ്തിട്ട് മാത്രമേ ഇത് ഊരി എടുക്കാവുള്ളൂ. അപ്പം വളരെ ബലത്തിൽ പിടിച്ച് വലിക്കുമ്പോൾ എന്ത് പറ്റും എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ യൂട്രസിലും അവിടെ ഇരിക്കുന്ന പെൽവിക് സ്ട്രക്ചർ, ബാക്കി അവിടെ ഇരിക്കുന്ന ഓർഗൻസിലും എല്ലാം തന്നെ താഴോട്ടൊരു പ്രഷറാണ് വരുന്നത്. അപ്പോൾ ഓരോ പ്രാവശ്യം ഊരുമ്പോഴും ഈ പ്രഷറാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ അത് പിന്നീട് നമ്മുടെ അവിടുത്തെ ഓർഗൻസ് താഴോട്ട് ഇറങ്ങി വരാനുള്ള ഒരു കോസാണ്. അതായത് പ്രൊലാപ്സ് കോസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ മാം, നമ്മളിപ്പം ഈ ഒരു ഹൈജീനെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പം ചില സമയങ്ങളിലെങ്കിലും നമ്മൾക്ക് ഈ ഒരു പീരീഡ് സമയത്ത് ഹൈജീൻ പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്ത് ചിലപ്പം ഇച്ചിങ് അല്ലെങ്കിൽ റാഷസ് ഒക്കെ ആ ഒരു ഭാഗത്തുണ്ടാവും. സഡൻലി നമുക്ക് വീട്ടിൽ എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു ഈ ഇച്ചിങ് റാഷസ് ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ? നമ്മൾ പാഡുകൾ ഉപയോഗിക്കുമ്പോഴാണ് കൂടുതലും ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. കാരണം പാഡുകൾ നമ്മുടെ ആ ഭാഗത്ത് ഒരയുകയും ആ ഭാഗത്ത് ചുമന്ന നിറത്തിൽ വരിക, ചൊറിച്ചിൽ വരിക, അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പാഡിൻ്റെ ബ്രാൻഡ് മാറ്റി നോക്കുക. നമ്മൾ യൂസ് ചെയ്യുന്ന പാഡിൻ്റെ ആ മെറ്റീരിയൽ ചിലപ്പോൾ നമ്മുടെ സ്കിന്നിന് ഇറിറ്റേഷൻ ആകുന്നതുകൊണ്ടാകാം അങ്ങനെ ഉണ്ടാകുന്നത്. 2, നമ്മൾ ആ ഭാഗം എന്തെങ്കിലും സോപ്പോ അല്ലെങ്കിൽ പ്രത്യേകതരം സോപ്പ് ഉപയോഗിച്ച് കഴുകുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിക്കൽ പ്രോഡക്ട്സ് എന്തെങ്കിലും യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഒത്തിരി ചൂടുവെള്ളം ഉപയോഗിച്ച് കഴുകുക, അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. കാരണം ഒത്തിരി ചൂടുവെള്ളം ആ ഭാഗത്ത് ഒഴിക്കുമ്പോൾ നമ്മുടെ അവിടുത്തെ സ്കിൻ വളരെ തിന്നായി പോകുന്നു. അപ്പോൾ ചെറുതായിട്ട് ചൊറിയുമ്പോൾ തന്നെ മുറിയുകയും ചോര വരികയും ചെയ്യുന്നു. അപ്പോൾ കഴിവതും അധികം, പിന്നെ വളരെയധികം ആളുകൾ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്, നമ്മളുടെ പാൻറ്റീസ് ഉപയോഗിക്കുന്ന പ്രോഡക്ട്സ് എല്ലാം തന്നെ ഡെറ്റോളിൽ കഴുകി ഉപയോഗിക്കുന്നതായി കണ്ടിട്ടുണ്ട്. അങ്ങനെയും ചെയ്യാതിരിക്കുക. ഡെറ്റോളിനകത്ത് അടങ്ങിയിരിക്കുന്നത് ഫിനോൾ എന്ന് പറഞ്ഞാൽ വളരെ പൊട്ടൻ്റ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്. അതും നമ്മുടെ അവിടെയുള്ള വളരെ ജെന്റിൽ ആയിട്ടുള്ള സ്കിന്നിനെ ഇറിറ്റേറ്റ് ചെയ്യും. അപ്പോൾ കഴിവതും അങ്ങനത്തെ പ്രോഡക്ട്സ് ഒന്നും തന്നെ യൂസ് ചെയ്യാതിരിക്കുക. നമ്മൾ ഉപയോഗിക്കുന്ന അണ്ടർവെയർ, നമ്മൾ ഉപയോഗിക്കുന്ന അണ്ടർ ഗാർമെന്റ്സ് എല്ലാം തന്നെ വളരെ മൈൽഡ് ആയിട്ടുള്ള സോപ്പുകൾ ഉപയോഗിച്ച് കഴുകുക. വളരെ ഹാർഷ് ആയിട്ടുള്ള കെമിക്കൽസ് ഒന്നും തന്നെ ഉപയോഗിച്ച് കഴുകാതെ ഇരിക്കുക. പിന്നെ ആ ഭാഗത്ത് എന്ത് ചെയ്യാമെന്ന് ചോദിച്ചാൽ എപ്പോഴും ഈർപ്പം നിൽക്കാതെ നോക്കുക. അതാണ് വളരെ പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. അതെ, ഡ്രൈ ആയിട്ട് കീപ്പ് ചെയ്യുക. കാരണം മോയ്സ്ചറാണ് ഏറ്റവും കൂടുതൽ ഒരു ഫംഗൽ ഗ്രോത്ത്, ഫംഗസ് ഉണ്ടാകാനുള്ള ഒരു വലിയ കോസ് മോയ്സ്ചറാണ്. അപ്പോൾ കഴിവതും
വളരെ ഡ്രൈ ആയിട്ട് തന്നെ നമ്മൾ ബാത്റൂമിൽ പോയി ആ ഭാഗം കഴുകുകയാണെങ്കിൽ നന്നായിട്ട് തുടച്ച് വൃത്തിയായി വെക്കുക. ഓക്കെ മാം, ഇപ്പോൾ നമ്മൾ ചിലർ പറയുന്ന കേൾക്കാം ഇളം ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് ഈ ഒരു പോർഷൻ കഴുകുകയാണെങ്കിൽ നല്ലതാണ് എന്നത് കറക്റ്റാണോ? ഉപ്പിടുക എന്ന് പറയുന്നത്, ഉപ്പെന്ന് പറയുന്നതിന് രണ്ട് ഫങ്ഷൻസ് ഉണ്ട്. ഒന്ന്, അത് എന്തെങ്കിലും ഓർഗാനിസംസിനെയൊക്കെ കൊല്ലാൻ സഹായിക്കുന്നു. രണ്ട്, ഉപ്പ് അവിടെ എന്തെങ്കിലും എഡിമയുണ്ട് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനെ വലിച്ചെടുക്കാനും ഹെൽപ്പ് ചെയ്യുന്നു. ഉപ്പിട്ട് കഴുകുന്നത് നല്ലതാണ്, പക്ഷേ അധികം വെള്ളം ഉപയോഗിച്ച് ആ ഭാഗം കഴുകാതിരിക്കുക. വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് കഴുകുക, വളരെ ചൂടുവെള്ളത്തിൽ കഴുകുക, അതൊന്നും തന്നെ അത്ര അഡ്വാൻറ്റേജസ് അല്ല. ഓക്കെ മാം, ഇപ്പോൾ ഈ ഒരു പീരീഡ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെയാണ് പണ്ട് തൊട്ടേ പലരിലുള്ളൊരു ചിന്തയാണ് ഈ പീരീഡ്സ് ബ്ലഡ് അശുദ്ധമാണ് എന്നുള്ളത്. ശരിയാണോ? ബ്ലഡിൽ ശുദ്ധി അശുദ്ധി എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ആദ്യമായിട്ട് എന്താണ് ഈ പീരീഡ്സ് ബ്ലഡ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പീരീഡ്സ് ബ്ലഡ് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ എല്ലാ മാസവും നമ്മളുടെ ശരീരം ഒരു പ്രഗ്നൻസിക്ക് വേണ്ടി തയ്യാറെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രഗ്നൻസിക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന ഭാഗമായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ് ഓവുലേഷൻ അല്ലെങ്കിൽ അണ്ടുൽപാദനം എന്ന് പറയും. അപ്പോൾ ഒരു ഓവത്തെ റിലീസ് ചെയ്യുന്ന ഓവം ഒരു സ്പേമുമായിട്ട് ജോയിൻ ചെയ്യുമ്പോഴാണ് പ്രഗ്നൻസി ഉണ്ടാകുന്നത്. അപ്പോൾ ഈ പ്രഗ്നൻസി നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രിപ്പയർ ആയിട്ടിരുന്ന യൂട്രസ് അതുപോലെ തന്നെ അകത്തുള്ള എൻഡോമെട്രിയത്തെ പുറത്തോട്ട് കളയും. അതാണ് ഈ മെൻസ്ട്രൽ ബ്ലഡായിട്ട് കാണുന്നത്. അപ്പോൾ അതിൽ അശുദ്ധമായിട്ട് ഒന്നും തന്നെയില്ല. നമ്മളുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ് പുറത്തോട്ട് പോകുന്നത്. അതിൽ കുറച്ച് ബ്ലഡും കൂടെ മിക്സ് ചെയ്ത് വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു രീതിയിലും ഇൻഫെക്റ്റഡ് അല്ല. അപ്പോൾ അതുപോലെ തന്നെ ഇന്നത്തെ കാലഘട്ടം വളരെയധികം മാറിയിട്ടുണ്ട്. പീരീഡ്സിനെ കുറിച്ച് ഇന്നത്തെ സമൂഹത്തിൽ നല്ല ബോധമുള്ള ആളുകളും ഉണ്ട്, പ്രത്യേകിച്ച് പുരുഷന്മാർ. എന്നിരുന്നാൽ പോലും തൻ്റെ പാർട്ട്ണർ അല്ലെങ്കിൽ അമ്മ, മകൾക്കൊക്കെ ഉണ്ടാവുന്ന പീരീഡ്സിനെ കുറിച്ച് ഒരു പുരുഷൻ എന്തെല്ലാം അറിഞ്ഞിരിക്കണം? ഒന്നാമതായിട്ട് ഇതൊരു നോർമൽ ഫിസിയോളജിക്കൽ, അതായത് നമ്മുടെ എല്ലാവർക്കും നോർമലി നടക്കുന്ന ഒരു കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. പിന്നെ പീരീഡ്സിൻ്റെ സമയത്തും അതിന് കുറച്ച് മുമ്പായിട്ടും നമ്മളുടെ ദേഹത്ത് നടക്കുന്ന പല ഹോർമോണൽ വ്യതിയാനങ്ങൾ കൊണ്ട് ഒരുമാതിരിപ്പെട്ട എല്ലാ സ്ത്രീകളും അവരുടെ ഏറ്റവും ഒരു ഇമോഷണലി ഒരു ലബൈൽ സ്റ്റേറ്റിലായിരിക്കും ഇരിക്കുന്നത്. അതായത് തൊട്ടാ പൊട്ടുന്ന ഒരു അവസ്ഥയിലായിരിക്കാം ഇരിക്കുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. പിന്നെ അത് കൂടാതെ തന്നെ ഈ സമയത്ത് പലരും ഈ പറഞ്ഞതുപോലെ വേദന അനുഭവപ്പെടുന്നവരുണ്ട്. പീരീഡ്സിൻ്റെ സമയത്ത് വളരെ പെയിൻഫുൾ ആയിട്ടുള്ള പീരീഡ്സ് അനുഭവപ്പെടുന്ന ഒത്തിരി ആളുകളുണ്ട്. അതുകൂടാതെ തന്നെ ചിലപ്പോൾ ഹെവി ഫ്ലോ അനുഭവപ്പെടുന്ന പല ആളുകളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അവർ മനസ്സിലാക്കുകയും ആ സമയത്ത് അവർക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ, ചിലപ്പോൾ ഒരു ചായ ഇട്ട് കൊടുക്കുന്നതായിരിക്കാം ഏറ്റവും വലിയ സഹായം, അല്ലെങ്കിൽ അടുക്കളയിൽ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കാം ഏറ്റവും വലിയ സഹായം, അല്ലെങ്കിൽ ചിലപ്പോൾ ആവശ്യത്തിന് ചിലപ്പോൾ പാഡ് നമ്മളുടെ കയ്യിലില്ല, അല്ലെങ്കിൽ പുറത്ത് പോയി ഒരു പാഡ് മേടിച്ചു കൊടുക്കുക. അങ്ങനെ അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഉള്ള ഒരു മനസ്സ് കൂടെ ഉണ്ടാകുക എന്നുള്ളതാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചുള്ള ആവശ്യമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓക്കെ, പീരീഡ്സിന് വേദന എന്ന് പറഞ്ഞു. ഇന്നത്തെ കാലഘട്ടത്തിൽ കുറേ പെൺകുട്ടികളായാലും നേരിടുന്നൊരു പ്രശ്നമാണ് പീരീഡ് ക്രംസ്. അപ്പം അതിനെ എന്തെങ്കിലും സൊല്യൂഷൻ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ? പീരീഡ്സിൻ്റെ സമയത്ത് വേദന എന്ന് പറയുന്നത് ചിലവർക്ക് ഒട്ടും വേദന ഇല്ലാത്ത പീരീഡ്സ് അനുഭവപ്പെടാറുണ്ട്. ചിലവർക്ക് വളരെയധികം വേദന കാരണം തലകുത്തി നിൽക്കുന്നു, അല്ലെങ്കിൽ സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, ആ ലെവലിലുള്ള വേദന അനുഭവപ്പെടുന്നവരുമുണ്ട്. ഇനിയും ഒരു ലെവൽ വരെ പീരീഡ്സിൻ്റെ സമയത്ത് അല്ലെങ്കിൽ ആദ്യത്തെ 2 ദിവസങ്ങളിൽ അനുഭവപ്പെടുന്ന വേദന നോർമലായിട്ട് തന്നെ എടുക്കാം. പക്ഷേ ചിലപ്പോൾ സിവിയർ പെയിൻ പീരീഡ്സിൻ്റെ സമയത്തുള്ളത് അബ്നോർമലായിട്ടും വരാം. ഇപ്പോൾ വളരെ സിവിയർ പെയിനാണ്, ആ സമയത്ത് വൊമിറ്റ് ചെയ്യുന്നു, ഭയങ്കര ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നു, അല്ലെങ്കിൽ ഇത്രയും സിവിയർ പെയിൻ കാരണം അവർക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, ദൈനംദിന ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണുകയും അത് ഇവാലുവേറ്റ് ചെയ്യുകയും ചെയ്യണം. ഇനിയും പെയിൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം? ഒന്ന്, നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഹോട്ട് വാട്ടർ ബാഗ്സ് വളരെ എഫക്റ്റീവാണ് ആ സമയത്ത്. അത് പക്ഷേ ഹോട്ട് വാട്ടർ ബാഗ് എപ്പോഴും സൂക്ഷിക്കേണ്ടത് പൊതിഞ്ഞിട്ട് തന്നെ ഉപയോഗിക്കുക, നമ്മുടെ ദേഹത്ത് പൊള്ളൽ ഏക്കരുത്. ഇപ്പോൾ ഹോട്ട് വാട്ടർ ബാഗ് വയറിലോ പുറകിലോ വെച്ചാൽ എഫക്റ്റീവായിട്ട് കാണാറുണ്ട്. പിന്നെ രണ്ടാമതായിട്ട് കഴിക്കുന്ന ആഹാരം, ചോക്ലേറ്റ്സ് പൊതുവെ മെൻസ്ട്രുവൽ ക്രാംസിനെ കുറയ്ക്കുന്നതായി കണ്ടിട്ടുണ്ട്, ഡാർക്ക് ചോക്ലേറ്റ് എസ്പെഷ്യലി. അങ്ങനെ ചെറിയ ചെറിയ പൊടിക്കൈകൾ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ചൂടുള്ള ആഹാരങ്ങൾ, ചൂടുള്ള കാപ്പി, ചായ, ഇതെല്ലാം തന്നെ ഹെൽപ്ഫുള്ളാണ്. ഓക്കെ, ഇപ്പം മാം ഇത്രയും നേരം നമ്മൾ പീരീഡ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞു, അതിൻ്റെ ഹൈജീനെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോൾ അവസാനമായിട്ട് എൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ഒരു ഡേയിൽ, അതായത് മെൻസ്ട്രൽ ഹൈജീൻ ഡേയിൽ നമ്മുടെ പ്രിയപ്പെട്ട ലിസണേഴ്സിനോട് എന്താണ് മാമിന് പറയാനുള്ളത്? പ്രധാനമായി പറയാനുള്ളത്, പീരീഡ്സ് വളരെ നോർമലായിട്ടുള്ള, എല്ലാവരും അനുഭവിക്കുന്ന, ഒരുമാതിരിപ്പെട്ട എല്ലാ സ്ത്രീകൾക്കും എല്ലാ മാസവും
ഒരു ക്ഷണിക്കാതെ തന്നെ വരുന്ന അതിഥിയാണെങ്കിലും വന്നില്ലെങ്കിൽ വളരെ വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ ഒരു അതിഥിയായി തന്നെ സ്വീകരിക്കുക എന്നും എല്ലാവരും അതിനെക്കുറിച്ച് പീരീഡ്സിനെ കുറിച്ച് എങ്ങനെ പീരീഡ്സിനെ കറക്റ്റായിട്ട് ഡീൽ ചെയ്യാം, എങ്ങനെ ഹൈജീനിക്കായിട്ട് ഡീൽ ചെയ്യാം, കോൺഫിഡൻ്റ് ആയിട്ട് ഡീൽ ചെയ്യാം. കാരണം പീരീഡ്സ് വന്നു എന്നതുകൊണ്ട് ഒരിക്കലും നമ്മളുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെ ഇൻ്റർഫിയർ ചെയ്യാതെ തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുക. ഇതൊക്കെയാണ് നമുക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സിനെ കുറിച്ച് നന്നായിട്ട് അറിഞ്ഞിട്ട് തന്നെ യൂസ് ചെയ്യുക. പിന്നെ എപ്പോഴും നമ്മൾ മെൻസ്ട്രുവൽ കപ്പ് അങ്ങനത്തെ നോൺ ഡിസ്പോസിബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കറക്റ്റായിട്ട് സ്റ്റെറിലൈസ് ചെയ്തിട്ട് തന്നെ രണ്ടാമതായിട്ട് യൂസ് ചെയ്യുക. പിന്നെ ഇങ്ങനത്തെ പ്രോഡക്ട്സ് അകത്ത് വെച്ചിട്ട് മറന്നു പോകാതെ ഇരിക്കുക, എപ്പോഴും പുറത്തെടുക്കാൻ ഓർക്കണം. അതും വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പിന്നെ പാഡുകളാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് 4 to 6 hours വീണ്ടും ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഒരിക്കലും പ്രൊലോങ് ടൈമിൽ പാഡ് വെക്കാതെ ഇരിക്കുക. ഇതൊക്കെയാണ് വളരെ പ്രധാനമായി പങ്കിടണം എന്ന് വിചാരിച്ച കുറച്ച് കാര്യങ്ങൾ. കുറച്ചെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ മാം, ഒരുപാട് നന്ദിയുണ്ട്. കാരണം വേൾഡ് മെൻസ്ട്രൽ ഹൈജീൻ ദിനമായിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീകൾക്കൊപ്പം തന്നെ പുരുഷന്മാരും വളരെ കാര്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഇത്ര വ്യക്തമായിട്ട് ഞങ്ങളുടെ ലിസ്ണേഴ്സിന് വേണ്ടിയിട്ട് പങ്കുവെച്ചതിൽ ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു ഫോർ ദ ഇൻവിറ്റേഷൻ. താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഇന്ന് ചേതന FM 90.8 വേൾഡ് മെൻസ്ട്രൽ ഹൈജീൻ ദിനമായിട്ട് നമുക്കൊപ്പം ഉണ്ടായിരുന്നത് KMC ചെങ്ങന്നൂർ ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ അപർണ മാം ആയിരുന്നു. മാമിന് ഒരുപാട് നന്ദി. കൂടെ ഉണ്ടായിരുന്നത് ഞാൻ RJ നക്ഷത്ര. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ചേതന FM 90.8.